ഇന്ത്യൻ ഭരണഘടനയെ ഏതു വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻസ്: ആർട്ടിക്കിൾ 32, അനുച്ഛേദം 42, അനുച്ഛേദം 22, അനുച്ഛേദം 23. നിങ്ങൾക്കറിയാം, ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 32. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻസ്: ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, മഹാത്മാഗാന്ധി. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം: GPS പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനം ഏതാണ്? ഓപ്ഷൻസ്: IRS, ഗലീലിയോ, ഗ്ലോനാസ്, IRNSS. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, IRNSS. താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ഓപ്ഷൻസ്: ആന്റിവൈറസ് സ്കാനർ ഉപയോഗിക്കുക, കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യുക, കുക്കീസ് ഇടയ്ക്കിടയ്ക്ക് മായ്ച്ചു കളയുക, ഫയർവാൾ സെറ്റ് ചെയ്യുക. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം: തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ യാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: തിരുവാതിര, ഓണം, തൈപ്പൂയം, ശിവരാത്രി. ശരിയുത്തരം ഓപ്ഷൻ ബി, ഓണം ആണ്. രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏത്? ഓപ്ഷൻസ്: ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ഗ്രാൻഡ് ഇല്യൂഷൻ, കനാൽ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഗ്രാൻഡ് ഇല്യൂഷൻ. ഏഴാമത്തെ ചോദ്യം: മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: ആഗ്നേയ ശില, അവസാദ ശില, കായാന്തരിത ശില, ഇവയൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, കായാന്തരിത ശില. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: എറണാകുളം, പാലക്കാട്, ഇടുക്കി, കൊല്ലം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, പാലക്കാട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരായിരുന്നു? ശ്യാം ശരൺ നേഗി, ശ്യാം ശരൺ മുഖർജി, ബിപിൻ ചന്ദ്രപാൽ, രഘുവേന്ദ്ര പാൽ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, ശ്യാം ശരൺ നേഗി. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: ഒന്നാം ഭാഗം, രണ്ടാം ഭാഗം, മൂന്നാം ഭാഗം, നാലാം ഭാഗം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, നാലാം ഭാഗം. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് എന്ത്? ഓപ്ഷൻസ്: എറർ, ബഗ്സ്, മിസ്റ്റേക്ക്, ഡിഫെക്റ്റ്. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ബഗ്സ്. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേര് എന്ത്? ഓപ്ഷൻസ്: അൽ ഹിലാൽ, യങ് ഇന്ത്യ, വന്ദേ മാതരം, വോയിസ് ഓഫ് ഇന്ത്യ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, അൽ ഹിലാൽ. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏത്? ഓപ്ഷൻസ്: കഡസ്ട്രൽ ഭൂപടങ്ങൾ, ധരാതലീയ ഭൂപടങ്ങൾ, ചുവർ ഭൂപടങ്ങൾ, അറ്റ്ലസ് ഭൂപടങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, കഡസ്ട്രൽ ഭൂപടങ്ങൾ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഏത്? ലോക്പാൽ, ലോകായുക്ത, വിജിലൻസ് കമ്മീഷൻ, അഴിമതി വിരുദ്ധ സ്ക്വാഡ്. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, ലോക്പാൽ. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? നീലകണ്ഠപിള്ള, കാരൂർ, അച്യുതൻ നമ്പൂതിരി, അക്കിത്തം, ജോർജ് ഓണക്കൂർ, കാക്കനാടൻ, പി സച്ചിദാനന്ദൻ, ആനന്ദ്. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ജോർജ് ഓണക്കൂർ കാക്കനാടൻ എന്നതാണ് തെറ്റായ ജോഡി. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം ഏത്? ഇ സാക്ഷരതയാണോ, ഇമെയിൽ ആണോ, പൊതുഭരണമാണോ, ഇ ഗവേണൻസ് ആണോ? ഈസിയാണ്, ഓപ്ഷൻ ഡി, ഇ ഗവേണൻസ് ആണ് ശരി ഉത്തരം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ?
ഓപ്ഷൻസ് ചെറുതുരുത്തി, കാലടി, തിരൂർ, പാലക്കാട്. കേരള കലാമണ്ഡലം എന്ന് കേൾക്കുമ്പോഴേ ഓപ്ഷൻ എ ചെറുതുരുത്തി ഓർമ്മ വരും അല്ലെ. അടുത്ത ചോദ്യം, പാതിരാ സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഏത്? ഓപ്ഷൻസ് ടൊറന്റോ, ഹമ്മർഫെറ്റ്, മോൺട്രിയൽ, ഓസ്ലോ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹമ്മർഫെറ്റ്. 9ാമത്തെ ചോദ്യം, ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ഓപ്ഷൻസ് അഞ്ജു ബോബി ജോർജ്, PT ഉഷ, KM ബീനാമോൾ, MD വത്സമ്മ. ശരി ഉത്തരം ഓപ്ഷൻ സി, KM ബീനാമോൾ. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആര്? ലെനിൻ, ട്രോട്സ്കി, കെരൻസ്കി, നിക്കോളാസ് രണ്ടാമൻ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, കെരൻസ്കി. ഇന്ത്യയിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏത്? അനുച്ഛേദം 138, 124, 112, 154. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശരി ഉത്തരം 112ാമത്തെ അനുച്ഛേദം. അവിടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ബജറ്റിനെ പരാമർശിച്ചിരിക്കുന്നത്. ഗ്ലാസിന് മഞ്ഞ നിറം ലഭിക്കാൻ അസംസ്കൃത വസ്തുക്കളോടൊപ്പം ചേർക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻസ് ഫെറിക് സംയുക്തം, ഫെറസ് സംയുക്തം, കൊബാൾട്ട് ലവണങ്ങൾ, ക്രോമിയം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫെറിക് സംയുക്തം. ഇസോഹ ലൈൻസ് എന്നാൽ ഒരേ പോലുള്ള ഡാഷിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. ഓപ്ഷൻസ് മേഘാവരണം, ലവണാംശം, സൂര്യരശ്മി, ഭൂകമ്പ തരംഗങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലവണാംശം. 4ാമത്തെ ചോദ്യം, സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് എന്ന് പറയുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 310, 311, 312, 315. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 311. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക, സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യങ്ങളിൽ പെടാത്തത്, നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്. 6ാമത്തെ ചോദ്യം, ഹെമറ്റൈറ്റ് ഏത് ലോഹത്തിന്റെ പ്രധാന അയിരാണ്? ഓപ്ഷൻസ് സിങ്ക്, ഇരുമ്പ്, ടിൻ, അലുമിനിയം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇരുമ്പ്. അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് ഓപ്ഷൻസ് ഇന്ത്യൻ രാഷ്ട്രപതിയാണോ, ഇന്ത്യൻ ഭരണഘടനയാണോ, ഇന്ത്യൻ പാർലമെന്റ് ആണോ, അതോ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണോ? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ പാർലമെന്റ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം ഏത്? ഓപ്ഷൻസ് റിയൽ എസ്റ്റേറ്റ്, കെട്ടിട നിർമ്മാണം, ബാങ്കിംഗ്, ഖനനം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഖനനം. ഡിസ്ചാർജ് ലാമ്പ് അത് ഏത് വാതകം നിറച്ചാൽ ഓറഞ്ച്, ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ലഭിക്കും? ഓപ്ഷൻസ് ഹൈഡ്രജൻ, ക്ലോറിൻ, നിയോൺ, നൈട്രജൻ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, നിയോൺ ഓറഞ്ച് നിറം. ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ, DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അതിലെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് 1909 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്, 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്, 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്, 1947 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ്. കോശ ശ്വസനത്തിന്റെ ഏതു ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? ഓപ്ഷൻ ഗ്ലൈക്കോളിസിസ്, ക്രബ്സ് പരിവൃത്തി, ഉച്ഛ്വാസം, നിശ്വാസം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രബ്സ് പരിവൃത്തി. താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻസ് പ്ലോട്ടർ, പ്രിന്റർ,
ഫ്ലാഷ് മെമ്മറി, ബയോമെട്രിക് സെൻസർ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ബയോമെട്രിക് സെൻസർ. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് എന്താണ്? ഓപ്ഷൻസ്: പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം മതിയോ, അതോ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം വേണോ, പാർലമെന്റ് പ്രത്യേക ഭൂരിപക്ഷവും കൂടാതെ സംസ്ഥാനങ്ങളുടെ സമ്മതവും വേണോ, അതോ ഒരു കോടതി ഉത്തരവാണോ വേണ്ടത്? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം മതി. നാലാമത്തെ ചോദ്യം: ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? നവംബർ 1, നവംബർ 14, നവംബർ 21, ഡിസംബർ 1. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, നവംബർ 14, ശിശുദിനത്തിന്റെ അന്ന്. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഓപ്ഷൻസ്: മോസില്ല ഫയർഫോക്സ്, അവിര, ഗൂഗിൾ ക്രോം, ബിങ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബിങ്. താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ്? ഓപ്ഷൻസ്: QGIS, മാപ്പിൻഫോ, ArcGIS, ERDAS. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, QGIS. കുരുമുളകിൽ ദ്രുതവാട്ടത്തിന് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻസ്: പ്രോട്ടസോവ, ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഫംഗസ്. എട്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? ഓപ്ഷൻസ്: ചരക്കുകളും ഉൽപാദനവും വിതരണവും. ഓപ്ഷൻ ബി: വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. ഓപ്ഷൻ സി: ഖനികളുടെയും ധാതുക്കളുടെയും വികസനത്തിന്റെ നിയന്ത്രണം. ഓപ്ഷൻ ഡി: ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. ഒൻപതാമത്തെ ചോദ്യം: മുഗ എന്നത് ഏതിനത്തിൽപ്പെട്ട കൃഷിരീതിയാണ്? ഓപ്ഷൻസ്: സെറികൾച്ചർ, എപ്പിക്കൾച്ചർ, ക്യൂണിക്കൾച്ചർ, പിസിക്കൾച്ചർ. ശരി ഉത്തരം ഓപ്ഷൻ എ, സെറികൾച്ചർ. കേരളം മണ്ണും മനുഷ്യരും എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻസ്: പി ഗോവിന്ദപിള്ള, MGS നാരായണൻ, ഡോക്ടർ TM തോമസ് ഐസക്, EMS നമ്പൂതിരിപ്പാട്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡോക്ടർ TM തോമസ് ഐസക്. വൃക്കയുടെ ഏത് ഭാഗത്താണ് അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത്? ഓപ്ഷൻസ്: മെഡുല, പെൽവിസ്, കോർട്ടക്സ്, ശേഖരണനാളി. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, കോർട്ടക്സ്. രണ്ടാമത്തെ ചോദ്യം: അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അനുച്ഛേദം 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻസ്: അനുച്ഛേദം 352, 356, 358, 359. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, അനുച്ഛേദം 358. മൂന്നാമത്തെ ചോദ്യം: ദ്രവീകരണ ലീനതാപത്തിന്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻസ്: ജൂൾ പെർ കിലോഗ്രാം, ജൂൾ, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ജൂൾ പെർ കെൽവിൻ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, ജൂൾ പെർ കിലോഗ്രാം. ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏത്? ഓപ്ഷൻസ്: സ്ഥലം അഥവാ ഭൂമി, അധ്വാനം, മൂലധനം, സ്ഥലവും മൂലധനവും. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, സ്ഥലവും മൂലധനവും. ആറ്റത്തിന്റെ സബ്ഷെല്ലുകൾ ആകാൻ സാധ്യത ഇല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: 2s, 5s, 4d, 3f. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, 3f എന്ന് പറയുന്ന സബ്ഷെല്ല് ഉണ്ടാകില്ല. ആറാമത്തെ ചോദ്യം: പാറ്റ്ലാൻഡ്സ് എന്തിന്റെ സ്വഭാവ സവിശേഷതയാണ്? ഓപ്ഷൻസ്: ആരവല്ലി, ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ, കാശ്മീർ ഹിമാലയ, താർ മരുഭൂമി. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേര് എന്ത്? ഓപ്ഷൻസ്: ലാൻ, വാൻ, മാൻ, പാൻ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, പാൻ. താഴെ പറയുന്നവയിൽ
ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക് കേട്ടോ. ഓപ്ഷൻസ് കരോരി, ജാഗിർ, പാരതി, ഇനാം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് കരോരി. ബാക്കി എല്ലാ പദങ്ങളും സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരുന്നു. 9ാമത്തെ ചോദ്യം, തപ്പ് എന്നത് പ്രധാന വാദ്യമായുള്ള കലാരൂപം ഏത്? ഓപ്ഷൻസ് ചാക്യാർ കൂത്ത്, ഓട്ടൻതുള്ളൽ, പടയണി, തെയ്യം. ശരി ഉത്തരം ഓപ്ഷൻ സി പടയണിയാണ്. സരസ്വതി സമ്മാൻ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് കല, സാഹിത്യം, കായികം, സിനിമ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് സാഹിത്യം.